കൊടുംകുറ്റവാളി ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ആഭ്യന്തര വകുപ്പെന്ന സിസ്റ്റം കൂടി തകരാറിലായെന്നും മുരളീധരൻ വിമർശിച്ചു. കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി അംഗമാണ് പി ജയരാജൻ. ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലെ CPM പ്രതികളുമായി ചേർത്തു വായിക്കേണ്ടതുണ്ട്. ജയിലിനകത്ത് നിന്നും പുറത്തു നിന്നും ലഭിച്ച സഹായം പരിശോധിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറിലാണ് എന്നാണിത് വ്യക്തമാക്കുന്നത്. ഇത്തവണ തകരാറിലായിട്ടുള്ള സിസ്റ്റം ആഭ്യന്തര വകുപ്പിൻ്റെ സിസ്റ്റമാണ്. ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഏതാണ്ട് 7 മണിവരെ കണ്ണൂർ പോലീസിനെ ഈ വിവരം അറിയിക്കാതിരിക്കുന്നു. ഈ സംഭവത്തിൽ ജയിലിനകത്ത് നിന്നും പുറത്തു നിന്നുമുള്ള സഹായം ഈ പ്രതിക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയതിൽ അഭിനന്ദിക്കേണ്ടത് മാധ്യമങ്ങളെയും നാട്ടുകാരെയുമാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതി മാത്രമല്ല, നിരവധി കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള സ്ഥലമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാണ് CPM നേതാവായിട്ടുള്ള പി ജയരാജൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാക്കിയത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും ആ ജയിലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ്. ഈ പ്രതിയുടെ ഈ ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലുള്ള CPMകാരായിട്ടുള്ള പ്രതികളും ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.